ഒരൊറ്റ ഭീഷണിയിൽ ഹൈക്കമാൻഡ് കിടുങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വയനാട്ടിലിറങ്ങിയ ലീഗിന്റെ ഒരു ഫ്ലെക്സ് ആണ്. സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ വയനാട്ട് അമേഠിയാകും എന്നതാണ് ആ ഫ്ലെക്സ്. കോൺഗ്രസിന്റെ കേരളത്തിലെ ജനഹിതം എന്ന തട്ടിപ്പിന്റെ പരിച്ഛേദമാണ് ആ ഫ്ലെക്സ്. അതായത് ലീഗാണ് കോൺഗ്രസിന്റെ ജനഹിതം. ലീഗാവട്ടെ പഴയ ലീഗുമല്ല. കേരളത്തിലെ സകല ജിഹാദികളുടെയും പൊതു പ്ലാറ്റ്ഫോമാണ് ലീഗ്. ലീഗ് തോൽക്കുന്ന അവസ്ഥ വന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളെ വരെ പിൻവലിച്ച് ലീഗിനെ പിന്തുണയ്ക്കും. ഇന്നലെ വരെ ഈങ്കുലാബ് വിളിച്ചവർ ലീഗ് തോൽക്കുന്ന ഘട്ടം വന്നാൽ അല്ലാഹു അക്ബർ വിളിച്ച് കോണിക്ക് വോട്ട് ചെയ്യും. ലീഗിന് അധികാരം തിരിച്ചു പിടിക്കാൻ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യപ്പെട്ട വോട്ടുകളാണ് കോൺഗ്രസിന്റെ ജനഹിതം. ലീഗ് എന്ന ജിഹാദി പൊതു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമാണ് സതീഷിനെ മുഖ്യമന്ത്രിയാക്കുക എന്നത്. സതീഷിനാവട്ടെ 6-ാം നൂറ്റാണ്ടിൽ പരന്നതായിരുന്ന ഭൂമിയെ തള്ളി ലീഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉരുട്ടിയെടുത്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. മുഖ്യമന്ത്രിയാവാൻ സതീശൻ പരന്ന ഭൂമിയെ ഉരുട്ടും. ചന്ദ്രനെ പിളർക്കുന്നതിന് ദൃക്സാക്ഷി വരെയാവും. കോൺഗ്രസിന് ജനഹിതം അഥവാ ഇസ്ലാമിക ധ്രുവീകരണ വോട്ട് ബാങ്ക് ഇല്ലെങ്കിൽ നെഹ്റു പരിവാരങ്ങൾ വരെ തോൽക്കുമെന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ പ്രോക്സി മുഖ്യമന്ത്രി നോമിനിയായി സതീഷിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ സോണിയാഗാന്ധിക്ക് മുന്നിൽ വേറെ വഴിയില്ല. സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും തോൽക്കും. ചെന്നിത്തലയും കേസിയും ഉരുട്ടിയെടുത്ത പരന്ന ഭൂമിയിൽ മൂക്കും കുത്തി വീണു. ജമാഅത്തെ ഇസ്ലാമി അടങ്ങുന്ന പൊതു ഇസ്ലാമിക കൂട്ടായ്മയാണ് അടുത്ത 5 വർഷം കേരളം ഭരിക്കുക. ലീഗിന്റെ പ്രോക്സി മുഖ്യമന്ത്രിയോട് തോറ്റ 2 കോൺഗ്രസ് നേതാക്കളാണ് കേസിയും ചെന്നിത്തലയും. താരതമ്യേന ജൂനിയറും പാർട്ടിയിൽ യാതൊരു സംഘടനാ പ്രവർത്തനവും നടത്താതെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കേസി പ്രവർത്തനവും മണിയടിയും മാത്രം കൈമുതലായി കാർത്തികേയന്റെ വെട്ടിച്ചുവപ്പുകാരനായി കോൺഗ്രസിൽ പ്രവർത്തിച്ച് പറവൂർ സീറ്റ് ഒപ്പിച്ച് MLA ആയി പ്രതിപക്ഷ സ്ഥാനവും അടിച്ചെടുത്ത് ചെന്നിത്തലയെ മൂലയ്ക്കാക്കിയ നേതാവിന് കീഴിൽ ഒരു മന്ത്രിയായി അന്തസ് കളഞ്ഞ ചെന്നിത്തലയെ നമ്മൾക്കിനി കാണാം. കേസിയെ ലീഗ് സൈഡാക്കി. ഇനി ലീഗ് പറയും, കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ അനുസരിക്കും. ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന കേസിയും വിളിക്കുന്നതും കൂടി നമ്മൾ ഇനി വരും കാലത്ത് കാണും. കാരണം കേസി ജയിക്കണമെങ്കിൽ ജമാഅത്തെ ലീഗിന്റെ പിന്തുണ വേണം.